തൊഴിലവസരങ്ങൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇന്ത്യയിലൊട്ടാകെ 2700 അപ്രൻറ്റീസ് ഒഴിവുകളുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ 14, 2024 ഇന്ത്യ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൽ ഒഴിവുകളുണ്ട്. കേരളത്തിൽ ടോട്ടൽ 22 ഒഴിവുകളാണുള്ളത്. എറണാകുളം 7, കോഴിക്കോട് 5, തിരുവനന്തപുരം 10. ഇങ്ങനെയാണ് കേരളത്തിലെ സ്ഥിതി. കർണാടകയിൽ 32 ഒഴിവുകളും മധ്യപ്രദേശ് 133. ഇങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഒഴിവുകൾ വരുന്നത്. അതിൽ ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളേജ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം. അത് 2024 ജൂൺ 30 മുൻപ് യോഗ്യത പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കണം, അതായത് പാസ്സായിട്ടുണ്ടായിരിക്കണം. ബാങ്ക് ആവശ്യപ്പെടുമ്പോൾ ഉദ്യോഗാർത്ഥികൾ പ്രശസ്തമായ മാർക്ക് ഷീറ്റുകളും അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കേരളം അല്ലാതെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതാത് സ്ഥലങ്ങളിലുള്ള ഭാഷ, ലോക്കൽ ലാംഗ്വേജ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും പറ്റണം. എന്നാൽ മാത്രമേ നമുക്കതിന് യോഗ്യത ഉണ്ടായിരിക്കുന്നതുള്ളൂ. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 2024 ജൂൺ 30 കുറഞ്ഞത് 20 വയസ്സും പരമാവധി 28 വയസ്സും ആയിരിക്കണം. അതായത് 28 വയസ്സ് കഴിഞ്ഞാൽ ഇതിന് അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല എന്നാണ് പറയുന്നത്. അതായത് 1996 ജൂൺ 30 2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എന്നാൽ ആ ഏജ് റെഡിയായി കിട്ടുള്ളൂ. അതുപോലെ SC, ST, OBC, PWBDക്കൊക്കെ നിയമാനുസൃതമായ പ്രായത്തിൽ ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ ഫീ അടയ്ക്കാനുണ്ട്. ഫീ അടയ്ക്കാൻ ജനറൽ OBCക്കാർക്ക് 800 പ്ലസ് GST ആണ്, അതായത് 944 രൂപയാണ് അടയ്ക്കേണ്ടത്. ഫീമെയിൽ SC, ST ആണെങ്കിൽ 600 പ്ലസ് GST 708 രൂപയാണ് അടയ്ക്കേണ്ടത്. PWBD ആണെങ്കിൽ 400 പ്ലസ് GST 472 രൂപയാണ് ഓൺലൈൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ് കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 14 എക്സാം ഡേറ്റ് വരുന്നത് ജൂലൈ 28 വരുന്നത്. ഫീ അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ നിശ്ചിത സമയത്തിനകം എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.